ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ക്ലൈമറ്റിനെ പറ്റിയാണ്. അപ്പോൾ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ 4 പ്രധാനപ്പെട്ട സീസണുകളാണ് ഇന്ത്യയിലുടനീളം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. സോ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എത്ര സീസൺ ആണുള്ളത്? 4 സീസൺസ് ആണ് ഉള്ളത്. സോ ഏതൊക്കെയാണ് ആ സീസൺ? ഒന്ന്, കോൾഡ് വെതർ സീസൺ, നമ്മുടെ തണുപ്പുള്ള സമയം. ഹോട്ട് വെതർ സീസൺ, ചൂടുകാലം അല്ലെ, നമ്മുടെ സ്കൂളൊക്കെ അവധി തരുന്ന ചൂട് സമയം. പിന്നെ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. സോ 4 ചെറിയ ടോപ്പിക്കുകളാണെങ്കിലും ഇത് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം പറഞ്ഞു പോകണം. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ക്ലൈമറ്റിനെ പറ്റി മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകും. സോ ദ ക്ലൈമറ്റ് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം ക്ലൈമറ്റിനെ പറ്റിയാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഒരു പൊസിഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം. നോർമലി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ സൂര്യനെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി എന്ത് ചെയ്യും, ഇതുപോലെ എന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്ത് വരുന്നു. ഇവിടെ ഞാൻ ഭൂമിയെ വലുതായിട്ടും സൂര്യനെ ചെറുതാക്കും കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഇക്വേറ്റർ ഭൂമിയെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നോർമലി ഇക്വേറ്ററിന് നേരെ സൂര്യൻ ഇരിക്കുന്നു എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ നമ്മൾ സൂര്യന്റെ പൊസിഷൻ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും സൂര്യൻ എവിടെ തന്നെ ആയിരിക്കണമെന്നില്ല, ഇക്വേറ്ററിന്റെ നേരെ ആയിരിക്കണമെന്നില്ല. ഒരു 6 മാസം സമയം സൂര്യന്റെ പൊസിഷൻ ഇക്വേറ്ററിൽ നിന്ന് കുറച്ച് മുകളിലോട്ട്, അതായത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ പോകുന്നു. അടുത്ത 6 മാസം, അതായത് 3 മാസം കൊണ്ട് മുകളിലോട്ട് പോകും, 3 മാസം കൊണ്ട് തിരിച്ചു വരും. അടുത്ത 3 മാസം താഴോട്ട് പോകും, അടുത്ത ഇവിടെ വരെ എത്തും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ എത്തും. തിരിച്ചടുത്ത 3 മാസം കൊണ്ട് തിരിച്ചെത്തും. അപ്പോൾ മുകളിൽ മൊത്തം 6 മാസം സ്പെൻഡ് ചെയ്യുന്നു, താഴെ മൊത്തം 6 മാസം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ 6 6 12, അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യന്റെ പൊസിഷൻ എന്ത് ചെയ്യും, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഷിഫ്റ്റ് ചെയ്യും. ഈ ഷിഫ്റ്റിങ്ങിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ്. ഈ അപ്പാരന്റ് മൂവ്മെന്റിനെ പറ്റി വിശദമായി നമ്മൾ അടുത്ത വർഷം, ഏതാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. തൽക്കാലം അതിൻ്റെ ഒരു അടിസ്ഥാനം ഒന്ന് അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ഒരു വർഷത്തില് മാർച്ച് തൊട്ട് സെപ്റ്റംബർ വരെ സൂര്യൻ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയം എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിന് മുകളിൽ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയുടെ ഏതാണ് നടുക്കത്തെ ഭാഗത്തൂടി പോകുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് കറക്റ്റ് വരുന്നുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസത്തിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ താഴോട്ടും പോകുന്നുണ്ട്. ഏത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത്, സദേൺ ഹെമിസ്ഫിയർ നേരെ വരുന്നത്. ഇതൊന്നും കേട്ട് പേടിക്കരുത്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിത് ഇതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് ഈസി ആവും. അതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം 12 മാസം, അതിൽ 6 മാസം സൂര്യൻ എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലും. അടുത്ത 6 മാസം സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലും ആയിരിക്കും. ഇനി സൂര്യൻ ഇക്വേറ്ററിന്റെ നേരെ നിൽക്കുന്ന സമയം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും, ഇവിടെയാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ എമൗണ്ട് ഓഫ് സൺറൈസ് കിട്ടും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും. എന്നാൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ നിൽക്കുമ്പോൾ കൂടുതൽ പ്രകാശം കിട്ടുന്നത് എവിടെയായിരിക്കും? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആയിരിക്കും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ ചൂട് കൂടുമെന്ന് ആലോചിച്ചാൽ മതി. അടുത്ത സൂര്യൻ സദേൺ ഹെമിസ്ഫിയർ നിൽക്കുമ്പോൾ സൗത്ത് ഹെമിസ്ഫിയറിലായിരിക്കും ചൂട് കൂടുതൽ, നോർത്തിൽ എന്തായിരിക്കും? തണുപ്പായിരിക്കും. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആയോ? ഒന്നുകൂടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചിരുന്നോളാം. നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരികയാണ്. അപ്പൊ സൂര്യൻ ഭൂമിയിൽ ഇക്വേറ്ററിന് നേരെ നിൽക്കുന്നു എന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഭൂമിക്കുടെ ആക്സിസിന് ഒരു ചെറിയ ചരിവും അതുള്ളത് കൊണ്ട് തന്നെ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ നടക്കും. അതൊക്കെ നമുക്ക് ഇപ്പൊ പഠിക്കേണ്ട, അടുത്ത കൊല്ലം പഠിച്ചാൽ മതി. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷത്തിൽ 6 മാസം സൂര്യൻ കൂടുതലായിട്ട് നിൽക്കുന്നത്
നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അടുത്ത 6 മാസം സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇത്രയും തൽക്കാലം ഒന്ന് ഓർത്തു വെച്ചു. നമുക്ക് കാര്യത്തിലോട്ട് വരാം. സീസണുകൾ 4. അതിൽ ആദ്യം വരുന്നത് കോൾഡ് വെതർ സീസൺ. അപ്പൊ കോൾഡ് വെതർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ നവംബർ മാസം മുതൽ നമ്മുടെ ഒരു വർഷത്തിലെ നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെ വരുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത് നോർമലി നമ്മൾ കോൾഡ് വെതർ സീസൺ എന്ന് പറയും. എവിടെ മുതൽ എവിടെ വരെയാണ്? നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് എന്ത് ചെയ്യുന്നത്? നവംബർ മാസത്തിന്റെ പകുതിയോട്ട് തൊട്ടാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിന്റെ ഏതാണ് പകുതിയോളാണ് എന്ത് നമ്മുടെ കോൾഡ് വെതർ സീസൺ എന്ന് പറയുന്നത്. ഈ കോൾഡ് വെതർ സീസണിന്റെ സമയം നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. എവിടെയായിരിക്കും? ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയർ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അതിന്റെ പേര് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്. ഈ കാപ്രിക്കോൺ ഇക്വേറ്ററിൽ നിന്ന് കാപ്രിക്കോൺ വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് കിട്ടുന്നതിന്റെ അളവ് കുറവായിരിക്കും. സൺലൈറ്റ് കിട്ടുന്നതിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചറും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണോ? കാരണം ഈ പറയുന്ന നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ ടൈം എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് നമുക്ക് നേരെ ഇരുട്ടുന്നതായിട്ട് തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൂര്യപ്രകാശമൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ അങ്ങ് പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ആവുന്നത്? കോൾഡ് വെതർ സീസൺ ആവുന്നത്. കാരണം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഇന്ത്യ ഇരിക്കുന്ന എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ നവംബർ തൊട്ട് ഫെബ്രുവരി വരെ സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറവായിരിക്കും, ടെമ്പറേച്ചറും കുറവായിരിക്കും. സോ ഇന്ത്യയിൽ എന്തായിരിക്കും? തണുപ്പ് ആയിരിക്കും. ഇനി നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഏതാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം അല്ലെ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗം. ഇനി ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഗങ്ങളെ വെച്ചിട്ട് ഇവിടെ തണുപ്പ് എന്താണ്? കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ തണുപ്പ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. ഓക്കെ, മഞ്ഞ് വീഴ്ചയൊക്കെ നടക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസ് ഈ ഭാഗത്തേക്ക് അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യയിൽ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ട ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എവിടെയാണോ കടലുള്ളത് ഈ കടൽ തീരങ്ങളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ എപ്പോഴും ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്നത് ഈ ഭാഗം, ഇത്രയും ഭാഗം. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചൂടും ഉണ്ടാവും, ഒരു തണുപ്പും ഉണ്ടാവും. കാരണം കടലിൽ നിന്നുണ്ടാവുന്ന സീ ബ്രീസും അതുപോലെ കരയിൽ നിന്നുണ്ടാവുന്ന ലാൻഡ് ബ്രീസും കാരണമാണ് ഇവിടെ എന്താവുന്നത്? എപ്പോഴും മോഡറേറ്റ് ടെമ്പറേച്ചർ കാണാം. പക്ഷെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ഇവിടെ ഈ പറയുന്ന ഓഷ്യന്റെ മോഡറേറ്റ് ഇൻഫ്ലുവൻസുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തണുപ്പ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഇത് ഇവിടെ ആയിട്ട് ഹിമാലയൻ മൗണ്ടൻസ് ഇങ്ങനെ കിടപ്പുണ്ട് അല്ലെ. ഈ ഹിമാലയൻ മൗണ്ടൻസിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവും. സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡൗൺ ആവുന്നതുകൊണ്ട് തന്നെ മഞ്ഞ് വീഴ്ച ഉണ്ടാവും. അപ്പൊ ഈ മഞ്ഞ് വീഴ്ച കൊണ്ട് വരുന്ന തണുത്ത കാറ്റ് ഇങ്ങോട്ട് വീശുന്നത് കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കുറയാറുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഭാഗം. ഓക്കെ, ഇതാണ് ഏഷ്യൻ കോണ്ടിനെന്റ്. ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗമാണ് ഏഷ്യ. ഈ വെസ്റ്റ് ഏഷ്യ എന്ന് വരുന്ന തണുത്ത കാറ്റും എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങോട്ട് വരുന്നത് ഹിമാലയം ഇല്ലാത്ത ഭാഗത്തൂടെ എന്ത് ചെയ്യും? ഇന്ത്യയിലോട്ട് വരും. അതും എന്തിന് കാരണമാകും? ഈ പറയുന്ന ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടുള്ള കാരണം ആകും. ഇനി ഈ പറയുന്ന സമയത്ത് നമുക്കൊരു ചെറിയ മഴ കിട്ടും. ഓക്കെ, ഈ മഴയുടെ പേര് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാവുന്ന മഴയാണ്. എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റ് എന്ന് സങ്കല്പിക്കുക. അതിലിവിടെയാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. അതിന് ഈ ഒരു ഭാഗത്തായിട്ട് യൂറോപ്പ് ഉണ്ട്. ഇവിടെ ആയിട്ട് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന ഒരു കടലുണ്ട്. ഈ കടലിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം എന്താണ്?
പ്രതിഭാസം ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവുന്ന കാരണം അവിടുന്ന് എന്ത് ചെയ്യും, മഴമേഘങ്ങൾ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യും, മഴ പെയ്യിക്കും. അപ്പോൾ വിന്റർ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ആ മഴ ഒരു കാറ്റ് കൊണ്ടുവരുന്ന മഴയാണ്. ഓക്കെ, ആ മഴയുടെ കൊണ്ടുവരുന്ന കാറ്റിന്റെ പേര് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നാണ്. പേര് നിങ്ങൾ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ കോൾഡ് വെതർ സീസണെ പറ്റി നമ്മൾ അറിയേണ്ട ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ഡിസംബർ മാസം മുതൽ ജനുവരി വരെയുള്ള സമയത്താണ് കോൾഡ് വെതർ സീസൺ ഉള്ളത്. ഈ കോൾഡ് വെതർ സീസണിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നമ്മൾ എടുത്താൽ മറ്റ് ഭൂപ്രകൃതികളെ അപേക്ഷിച്ച്, ഹിമാലയം അല്ല ബാക്കി ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഒന്ന്, കടലിനടുത്തല്ലാത്തത് കൊണ്ട് കടലിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഇല്ല. കടൽ എപ്പോഴും അതിന്റെ സൈഡിലുള്ള സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടാനോ അധികമായിട്ട് കുറയാനോ അനുവദിക്കില്ല, സീ ബ്രീസും ലാൻഡ് ബ്രീസും കാരണം. നെക്സ്റ്റ്, ഈ പറയുന്ന ഹിമാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള മഞ്ഞ് വീഴ്ച കാരണം ഉണ്ടാകുന്ന തണുത്ത കാറ്റ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്നു. കോൾഡ് വിൻഡ് ഫ്രം ദ വെസ്റ്റ് ഏഷ്യ, ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ അതായത് റഷ്യ പോലത്തെ മുകളത്തെ ഭാഗത്തു നിന്ന് വരുന്ന കാറ്റ്, അതുപോലെ ഫ്രോസ്റ്റ്, അതുപോലെ ഫോഗ് എന്ന് വെച്ചാൽ എന്താണ്, ഫോഗ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്, ഫ്രോസ്റ്റ് മൂടൽമഞ്ഞിന്റെ ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞ് 0 ആയി കഴിഞ്ഞാൽ ഐസ് ഉണ്ടാവും, അതാണ് ഫ്രോസ്റ്റ്. അപ്പൊ അതും കോൾഡിന് കാരണമാവും. പിന്നെ ഈ സമയത്ത് ഒരു മഴ പെയ്യും, അതിന്റെ പേര് എന്താണ്, പേരല്ല, ആ മഴ ഉണ്ടാകുന്ന കാരണമാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. അപ്പൊ ഇതാണ് എന്ത്, കോൾഡ് വെതർ സീസൺ. അപ്പൊ ഡിസംബർ തൊട്ട് ഏത് വരെയാണ്, ജനുവരി വരെയുള്ള സമയത്താണ് നമുക്ക് എന്തുള്ളത്, കോൾഡ് വെതർ സീസൺ ഉള്ളത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നമ്മൾ നോക്കിയാൽ മറ്റ് സംസ്ഥാനത്തെക്കാളും എക്സസീവ് ആയിട്ട് കോൾഡ് ഉണ്ട്. കാരണം പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കടലിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ഓഷ്യൻസിന്റെ മോഡറേറ്റിംഗ് എഫക്റ്റ് ഇവിടെ ഇല്ല. ഹിമാലയത്തിന്റെ സ്നോഫോള്, വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള കാറ്റ്, അപ്പാരന്റ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു, സദേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ടുള്ള കാര്യം. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, മഴയും കിട്ടാറുണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് അടുത്തിലോട്ട് പോകാമോ, ഹോട്ട് വെതർ സീസൺ. അപ്പൊ ഏത് സമയമാണ് ഹോട്ട് വെതർ സീസൺ, മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള സമയമാണ് പ്രധാനമായിട്ട് നമുക്ക് ഹോട്ട് വെതർ സീസൺ എന്ന് പറയുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ മഴ വരും. അപ്പൊ അതിന് മുമ്പ് വരെയുള്ള ഭാഗം. അപ്പൊ ഹോട്ട് വെതർ സീസൺ നോക്കുമ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. എവിടെയായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൂര്യൻ. അതായത് ഇവിടുന്ന് ഇങ്ങനെ മുകൾ വരെ പോയിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ പോയിട്ട് 6 മാസം തിരിച്ചു വരുന്ന ആ ഒരു സമയം. അപ്പൊ സൂര്യൻ എവിടെയായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന സൺലൈറ്റിന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ ആണല്ലോ? അപ്പൊ സൂര്യൻ എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ഈ സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടിക്കൂടി ഏതാണ്ട് 48 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ടെമ്പറേച്ചർ നമ്മുടെ ഭൂമിയിൽ എവിടെയാണ്, ഭൂമി എന്നല്ല നമ്മുടെ ഇന്ത്യയിൽ വെസ്റ്റേൺ പാർട്ടിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറ് ഉണ്ട്. അതായത് രാജസ്ഥാൻ മരുഭൂമിയുടെ ഒക്കെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കൂടാറുണ്ട്. ഇനി ഈ പറഞ്ഞ കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴയൊന്നുമില്ല. അപ്പം ചൂടായിരിക്കും, അതുപോലെ വരണ്ട കാലാവസ്ഥയായിരിക്കും. ഡെസേർട്ട് റീജിയണിലൊക്കെ എന്താണ്, ഈ സമയത്ത് ഒരു പ്രത്യേകതരം ലോക്കൽ വിൻഡ് ഉണ്ട്. ആ ലോക്കൽ വിൻഡിന്റെ പേരൊന്ന് ഓർത്തു വെച്ചു, ലൂ. എന്താണ്, ലൂ. ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളാണ് നമ്മൾ ലോക്കൽ വിൻഡുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഹോട്ട് വെതർ സമയത്ത് വീശുന്ന ഒരു ചൂട് കാറ്റിന്റെ പേരാണ് ലൂ എന്ന് പറയുന്നത്. ലോക്കലി ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കാരണമാണ് ഇത് ഫോം ചെയ്യുന്നത്. പേര് അറിഞ്ഞു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൂ എന്ന കാറ്റ് ഏത് സ്ഥലത്ത്, നോർത്ത് ഇന്ത്യൻ രാജസ്ഥാൻ റീജിയനിൽ ഏത് സമയത്ത്, ഹോട്ട് വെതർ സീസൺ സമയത്ത്. ഇനി ഈ പറയുന്ന സമയത്ത് പഞ്ചാബ്, ഹരിയാന, ഈസ്റ്റേൺ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, റെയിൻ ഉണ്ടാകും. എന്തുണ്ട്, റെയിൻ ഉണ്ട്. അപ്പൊ ഈ റെയിനിനൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഹോട്ട് വെതർ സീസണിൽ ഈ പറയുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള പൊടിക്കാറ്റ് അടിക്കാറുണ്ട്. എന്തടിക്കാറുണ്ട്, പൊടിക്കാറ്റ്. നമ്മൾ ഡസ്റ്റ് സ്റ്റോം എന്ന് പറയും. എന്ത് പറയും, ഡസ്റ്റ് സ്റ്റോം വീശാറുണ്ട്. ഈ ഡസ്റ്റ് സ്റ്റോം ഉണ്ടാകുന്നത് കാരണം ഈ സമയത്ത് കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചുഴലിക്കാറ്റ് പോലെ പോവുകയാണ്. അപ്പൊ അതുണ്ടായാൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും, അവിടെ റെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ പൊടിക്കാറ്റൊരു ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം എന്താണ്, കുറച്ച് മഴ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കൊണ്ട് തരാറുണ്ട്. എവിടെ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിന്റെ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇവിടുത്തെ കാര്യം പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എന്തിനകത്തുള്ളൂ, ഹോട്ട് വെതർ സീസണിലുള്ളൂ. അത്ര പോയിന്റുകൾ കുറവാണ്. ഹോട്ട് വെതർ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, മാർച്ച് തൊട്ടാണ് തുടങ്ങുന്നത്.
ജൂൺ മാസമൊക്കെ ആവാറാകുമ്പോഴത്തേക്കും അത് അവസാനം. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ സിവിയർ ആയിട്ട് പോകാറുണ്ട്. മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 48 ഡിഗ്രി വരെ നമ്മുടെ വെസ്റ്റേൺ പാർട്ടിൽ ടെമ്പറേച്ചർ പോകാറുണ്ട്. ഹോട്ട്, ഡ്രൈ, ഒപ്രസീവ് ആയിട്ടുള്ള വിൻഡുകൾ ഈ പറയുന്ന സമയത്ത് വീശാറുണ്ട്. ഇവിടെ ഗംഗാ പ്ലെയിൻസിൽ അതിന്റെ പേര് ലൂ എന്നാണ്. ടെമ്പറേച്ചറിനെ വീണ്ടും എന്ത് ചെയ്യും, ഇത് കൂട്ടും. ഡസ്റ്റ് സ്റ്റോം ഈ സമയത്ത് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഡസ്റ്റ് സ്റ്റോം ഒരു ആശ്വാസമാണ്. കാരണം എന്ത് ചെയ്യും, അത് നമുക്ക് കുറച്ച് മഴ കൂടെ കൊണ്ടുതരും. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം, മൺസൂണിലോട്ട്. മൺസൂൺ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് മൺസൂൺ? മൺസൂൺ എന്ന് പറയുന്നത് ഒരു കാറ്റാണ്. എന്താണ്? ഒരു കാറ്റാണ്. അതായത് ഈ കാണുന്ന ലൈനാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിന് താഴെയായിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ എപ്പോഴും ഒരു കാറ്റ് മൂവ് ചെയ്യും. ഈ കാറ്റിനെ വിളിക്കുന്ന പേര് ട്രൈഡ് വിൻഡ് എന്നാണ്. എന്താണ്? ട്രൈഡ് വിൻഡ് എന്നാണ്. സൂര്യൻ ഇപ്പോൾ ഇരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇത് ജൂൺ മാസമാണ്. ഏത് മാസമാണ്? ജൂൺ മാസം. സൂര്യൻ ഇരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പൊ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം സൺലൈറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടും. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഓഷൻ ഉണ്ടല്ലേ, ഇവിടെ എന്തുണ്ട്? ഇന്ത്യൻ ഓഷൻ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പൊ ഇന്ത്യൻ ഓഷനിൽ ഇപ്പോൾ എന്ത് പ്രഷറാണ്? ഹൈ പ്രഷറാണ്. ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ്? ലോ പ്രഷറുമാണ്. കാറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലോട്ടാണ് കാറ്റ് മൂവ് ചെയ്യുന്നത്. അത്രയും അവിടെ ഇരിക്കട്ടെ. ഇനി ഈ പറഞ്ഞ ട്രേഡ് വിൻഡിലോട്ട് വരാം. ഈ പറയുന്ന മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ കഴിഞ്ഞ് ജൂൺ ആകുമ്പോൾ ഈ ട്രേഡ് വിൻഡ് ഇവിടുന്ന് നേരെ ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യും. ആരെ ക്രോസ് ചെയ്യും? ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യും. ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യുന്ന കാറ്റ് അതിന്റെ വലതുവശത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യുന്ന കാറ്റ് എങ്ങോട്ട് തിരിഞ്ഞു പോകും? വലതുവശത്തോട്ട് തിരിഞ്ഞു പോകും. ഇതിനെ കോറിയോളിസ് ഇഫക്റ്റ് എന്നൊക്കെ പറയും. അതും അടുത്ത കൊല്ലമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാറ്റുണ്ട്. കാറ്റ് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്ത് ഇന്ത്യൻ ഓഷന് മുകളിലൂടെ വീശി ഇങ്ങനെ പോകും. ഇതിനെയാണ് നമ്മൾ മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മൺസൂൺ വിൻഡ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇന്ത്യൻ ഓഷനിൽ കൂടി പോകും. ഇന്ത്യൻ ഓഷനിൽ അപ്പൊ ഹൈ പ്രഷറാണ്. പെട്ടെന്ന് ഇന്ത്യൻ കോണ്ടിനെന്റിൽ ലോ പ്രഷറാണ്. അപ്പൊ കാറ്റ് എല്ലാം കൂടി അലച്ചു തള്ളി എങ്ങോട്ട് പോകും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് പോകും. പോകുന്നത് കടലിന്റെ മുകളിൽ കൂടിയാണ്. അപ്പൊ ഇവിടെ എന്തുകൂടെ കൊണ്ടുപോകും? വാട്ടർ വേപ്പർ കൂടെ കൊണ്ടുപോകും. എന്തുകൂടെ കൊണ്ടുപോകും? വാട്ടർ വേപ്പർ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ജൂൺ മാസം ആദ്യമാകുമ്പോൾ ഈ പറയുന്ന ട്രേഡ് വിൻഡ് നമ്മുടെ കേരളത്തിന്റെ തീരത്തെത്തും. എവിടെ എത്തും? കേരളത്തിന്റെ തീരത്തെത്തും. ഇവിടെ എത്തുന്ന ഈ പറയുന്ന മൺസൂൺ വിൻഡ്, ഇനി ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് മൺസൂൺ വിൻഡ് എന്ന് പറയാം. ഈ മൺസൂൺ വിൻഡിന്റെ പേര് നമ്മളൊന്ന് ഓർത്തു വെക്കണം. ഇതിന്റെ പേരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്തുവാണ്? സൗത്ത് വെസ്റ്റ്. അതായത് ഇപ്പൊ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. സൗത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചു. കാറ്റ് എവിടെ നിന്ന് വരുന്നു അത് വെച്ചാണ് അതിന്റെ പേര് കൊടുക്കുന്നത്. അപ്പൊ അതാണ് എന്ത് മൺസൂൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്ത് മൺസൂൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ എവിടെ എത്തി? ജൂൺ മാസം ആദ്യമാകുമ്പോൾ കേരള തീരത്ത് എത്തും. ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച്, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് ദാ ഇത്, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ദേ ഇത്. ഇതിലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെ പറ്റിയാണ് ടെസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി പറയാം. ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എവിടെ എത്തും? ദേ ഇവിടെ എത്തും. ഇവിടുന്ന് രണ്ട് ഭാഗമായിട്ട് പിരിയും. ഒന്ന് നേരെ ബ്രഹ്മപുത്രയുടെ ഭാഗത്തോട്ട് പോകും, മറ്റൊന്ന് നേരെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തോട്ട് പോയിട്ട് ഇവിടെ വരുന്ന അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് ചേർന്നിട്ട് ഇവിടെ മൊത്തം എന്ത് ചെയ്യും? മഴ പെയ്യിപ്പിക്കും. നോർത്ത് ഇന്ത്യ മൊത്തം എന്ത് പെയ്യിപ്പിക്കും? മഴ പെയ്യിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഒന്നുകൂടെ എന്താ സംഭവം? സൗത്ത് വെസ്റ്റ് മൺസൂൺ പറയുന്നത് നമ്മുടെ കടലിൽ നിന്ന് വരുന്ന കാറ്റ്. കടലിൽ നിന്ന് വരുന്ന കാറ്റ്. കാറ്റിന്റെ പേരാണ് ട്രേഡ് വിൻഡ്. ഈ കാറ്റ് ഇക്വേറ്ററിനെ ക്രോസ് ചെയ്ത് ആരുടെ മുകളിൽ കൂടെ? ഇന്ത്യൻ ഓഷന്റെ മുകളിൽ കൂടെ പോയിട്ട് എങ്ങോട്ട് വരും? ഇന്ത്യയിലോട്ട് വരും. ഈ പറയുന്ന ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് അങ്ങനെ എത്തുന്ന കാറ്റ് കേരള തീരത്തിന്റെ ഇവിടെ എത്തിയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് മാറുന്നു. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച്, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഇതിലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? ദേ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയിട്ട് എവിടെ എത്തുന്നു? ദേ ഇവിടെ എത്തുന്നു. കളർ മാറ്റണോ? എവിടെ എത്തുന്നു? ദേ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയിട്ട് രണ്ട് ബ്രാഞ്ച്. ഒന്ന് ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ പോയിട്ട് ഇവിടെ മഴ പെയ്യിപ്പിക്കും. ഞാൻ ചിറാപൂഞ്ചി മൗസിൻ റോമിനെ പറ്റിയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അടുത്ത ബ്രാഞ്ച് ഇതുവഴി പോയിട്ട് ആരുമായിട്ട് മീറ്റ് ചെയ്യും, അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഇത് വരുന്നത് കാറ്റ് കൊണ്ടല്ലേ, എന്താ മഴത്തുള്ളികളും കൊണ്ടല്ലേ വരുന്നത്, മേഘങ്ങളും കൊണ്ടല്ലേ വരുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, ഇന്ത്യ മൊത്തം മഴ പെയ്യിപ്പിക്കും. ഇതിനാണ് നമ്മൾ മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് മൺസൂൺ. അപ്പൊ നോക്കിയേ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ ദ മന്ത് ഓഫ് മാർച്ച്. ലോ പ്രഷർ ഏരിയ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ലോ പ്രഷർ ഏരിയ കാറ്റിനെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലോട്ട് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ എത്തുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യുന്നു. 2 ബ്രാഞ്ചുകളായിട്ട് മാറുന്നു. ഒന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, മറ്റേ അറേബ്യൻ സീ ബ്രാഞ്ച്. അതോടെ പറയുന്നില്ല. ഈ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മൾ നോക്കാതെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെ പറ്റി ടെസ്റ്റ് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ത് ചെയ്യും, സുന്ദർബൻ ഡെൽറ്റയുടെ ഭാഗത്ത് വരും, അതായത് വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് വരും. അവിടെ നിന്ന് 2 ഭാഗങ്ങളായിട്ട് മാറും. ബൈഫ്യൂരിക്കേറ്റ് എന്ന് വെച്ചാൽ 2 ഭാഗങ്ങളായിട്ട് മാറും. ഓക്കെ, 2 സബ് ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് എങ്ങോട്ട് മൂവ് ചെയ്യും, ഈസ്റ്റിലോട്ട് മൂവ് ചെയ്തിട്ട് ബ്രഹ്മപുത്ര പ്ലെയിനിൽ എത്തും, അവിടെ മഴ പെയ്യിപ്പിക്കും. രണ്ടാമത്തെ ബ്രാഞ്ച് വെസ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഗംഗാ പ്ലെയിനിൽ എത്തും. അവിടെ നിന്ന് എന്ത് ചെയ്യും, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി ഭാഗത്ത് എന്ത് ചെയ്യും, മഴ പെയ്യിപ്പിക്കും. ഓക്കെ, അടുത്ത് പഞ്ചാബ് പ്ലെയിനിൽ എത്തുന്നു. അത് അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആരവല്ലി മൗണ്ടൻ അവിടെ ഉള്ളത് കാരണം അത് തട്ടി പാരലായിട്ട് പോയിട്ട് ഹിമാലയത്തിന്റെ ഭാഗത്തൊക്കെ മഴ പെയ്യിക്കും. ഓക്കെ, ഇനി എന്താണ് ഈ ആരവല്ലി മൗണ്ടൻ? ഇവിടെ കാണുന്ന ഈ മൗണ്ടൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓക്കെ, ഈ മൗണ്ടൻ ആണ് എന്തെന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടൻ. കഴിഞ്ഞ നമ്മളെ വെസ്റ്റേൺ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ വെസ്റ്റേൺ ഭാഗത്തിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്ത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂണും കൂടെ ഒന്ന് നോക്കാം. ഒന്നുമില്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് വന്നത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? എന്താ, എങ്ങനെയാ പേര് വന്നത്? ഇതാണ് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. ഇതിനെ തന്നെ നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വെച്ചാൽ തിരിച്ചു പോകുന്ന മൺസൂൺ. മൺസൂൺ അപ്പൊ എവിടുന്നാ വന്നേ? ഇന്ത്യൻ ഓഷനിൽ നിന്നാ. അപ്പൊ എങ്ങോട്ടാ വന്നേ? ഇന്ത്യയിലോട്ടാ വന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോ എങ്ങനെ പോകും? ഇന്ത്യൻ ഓഷനിൽ അങ്ങോട്ട് പോകും. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എങ്ങോട്ട് പോകും? ഇന്ത്യൻ ഓഷനിലോട്ട്. ഇത് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ചു പോകണമെന്ന് വെച്ചാല്, ഈ പറയുന്ന നമ്മുടെ ഒരു ഒക്ടോബർ നവംബർ മാസം, ഓക്കെ, ഇവിടെ മറ്റേ മുകളിലോട്ട് പോയി മഴയൊക്കെ പെയ്ത് തീരുമ്പോഴത്തേക്കും മാസം ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസമാണ്. ഓക്കെ, അപ്പൊ ഈ ഒക്ടോബർ നവംബർ മാസം നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബർ ആകുമ്പോൾ സൂര്യൻ എങ്ങോട്ട് വരികയാണ്? സൗത്തിലോട്ട് വരിക. എങ്ങോട്ട് വരികയാണ്? സൗത്തിലോട്ട് വരിക. അപ്പോൾ നോർത്തിന്റെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കൂടും. പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് പ്രഷറാണ്? ഹൈ പ്രഷറാണ്. ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പൊ എന്ത് പ്രഷറാണ്? ഹൈ പ്രഷറാണ്. ഞാൻ ഇപ്പോഴത്തെ മാപ്പിൽ എഴുതുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഹൈ പ്രഷറാണ്. ഓക്കെ, കടലിന്റെ ഭാഗത്ത് എന്താണ്? ലോ പ്രഷറാണ്. കടലിന്റെ ഭാഗത്ത് എന്തുവാണ്? ലോ പ്രഷറാണ്. അപ്പൊ കാറ്റ് എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് പോകും. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് പോകും. പോകുന്ന വഴിക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, കരയിൽ കൂടിയാ പോകുന്നത്. അപ്പൊ ഈ കരയിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരയിൽ ഈർപ്പമൊന്നും അധികം ഇല്ല. അപ്പൊ കുറച്ച് ഡ്രൈ വിൻഡാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് കിട്ടുന്ന കുറച്ച് മോയ്സ്ചർ കാരണം തമിഴ്നാട് ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? മഴ കിട്ടാറുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങൾ അധികം മഴ കിട്ടാറില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം, വരണ്ട കാലാവസ്ഥ, പോരാത്തിന് സൂര്യൻ എന്താ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ താഴോട്ട്. അപ്പൊ സൂര്യന്റെ ചൂടും ഉണ്ട്, മഴയും ഇല്ല, ആകെപ്പാടെ ബുദ്ധിമുട്ട് വരുന്നൊരു സമയമാണിത്. ഈ പറയുന്ന ഒക്ടോബർ മാസത്തിൽ ഇങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ക്ലൈമറ്റ് വരുന്നു. ആ ക്ലൈമറ്റ് നമ്മൾ ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒക്ടോബർ ഹീറ്റ്. ഓക്കെ, എന്ത് വിളിക്കും? ഒക്ടോബർ ഹീറ്റ്. ഇതാണ് നമുക്ക് റിട്രീറ്റിംഗ് മൺസൂൺ പഠിക്കാനുള്ളത്. സിമ്പിൾ കാര്യങ്ങളാണ്. നോക്കിയേ, ഒക്ടോബർ ടു നവംബർ ആണ് ഏതാണ്ട് റിട്രീറ്റിംഗ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് റിട്രീറ്റിംഗ് മൺസൂൺ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അതാണ് ഞാൻ ആദ്യം ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എങ്ങോട്ട് പോവുകയാണ്? സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിൽ പോവുക. അപ്പൊ ഹൈ പ്രഷറാണ് എവിടെ ഉണ്ടാകുന്നത്? പോയി കഴിയുമ്പോൾ നോർത്ത് ഹെമിസ്ഫിയർ ഹൈ പ്രഷറും ഇന്ത്യൻ ഓഷന്റെ ഭാഗത്ത് ലോ പ്രഷറോ. അപ്പൊ വിൻഡ് എന്ത് ചെയ്യും? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകും. മഴയില്ല, ഈർപ്പമില്ല, മൊത്തം ടെമ്പറേച്ചറും. അപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറും നേരത്തെ മഴ പെയ്തിട്ടുണ്ടായ ഹ്യൂമിഡിറ്റിയും കാരണം സഹിക്കാൻ പറ്റാത്ത ഒപ്രസീവായ ഒരു ക്ലൈമറ്റ് ഉണ്ടാകും ഈ സമയത്ത്. ഈ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഒക്ടോബർ ഹീറ്റ്. ഇതുമാണ് ഒക്ടോബർ ഹീറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ 4 ക്ലൈമറ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ കാര്യം? അപ്പൊ അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയൊക്കെ പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക്
അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.